ഇന്ന് നേഷൻ ഫസ്റ്റിൽ എന്നോടൊപ്പം അതിഥിയായുള്ളത് കേംബ്രിഡ്ജ് മുൻ മേയർ ബൈജു തിട്ടാലയാണ്. നമസ്കാരം സർ. നമസ്കാരം. പലപ്പോഴായി നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ച് പലരും പറയുന്ന ഒരു കാര്യമാണ് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്നുള്ളത്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയും സുഖമില്ലാതെ രോഗശയ്യയിലായി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അത്രത്തോളം വലിയ കുറവുകൾ, വലിയൊരു വയ്യായിക ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷേ നമുക്ക് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം നടന്ന KSU പ്രതിഷേധത്തിൽ വലിയൊരു പരിക്കേറ്റ് അല്ലെങ്കിൽ ആയുധം കൊണ്ടുള്ള ഒരു ആക്രമണത്തെ നേരിടേണ്ടി വന്നതിന്റെ ഒരു ഭവിഷ്യത്ത് ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പറയുന്ന മൊഴി നൽകാൻ രോഗശയ്യയിലായ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു പ്രമുഖ മാധ്യമത്തിന് അവർ നൽകിയ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അവർ KSU പ്രവർത്തകരെ പുലിക്കുട്ടികൾ അല്ലെങ്കിൽ പുലികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ തലപ്പത്തിരിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന് യഥാർത്ഥത്തിൽ അത്രയും വലിയൊരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് സാറിന് തോന്നുന്നത്? KSU കുട്ടികൾ പുലിക്കുട്ടികളാണോ എന്ന് ചോദിച്ചാൽ അതെ, ഞാനൊക്കെ പണ്ട് KSUവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊക്കെ പുലിക്കുട്ടികളായിരുന്നു. അത് ഐ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്. അപ്പോ ഇനി എന്താണ് ആരോഗ്യ മേഖലയുടെ അവസ്ഥ എന്നുള്ളത് ഈ പ്രോപ്പഗാൻഡ നോക്കാതെ നമുക്ക് ഫാക്ട് വെച്ച് തന്നെ ഒന്ന് സംസാരിക്കാം, നോക്കാം. ഞാൻ ഈ നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് നമ്മുടെ CNDG റിപ്പോർട്ട് എടുത്തു. അപ്പൊ അതിലെ ഒരു ശകലം ഫാക്ട്സ് ഞാൻ വായിച്ച് ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഐ വിൽ കമന്റ് ഓൺ യുവർ ക്വസ്റ്റ്യൻ. ഇതിൽ CNDG റിപ്പോർട്ടിൽ പറയുന്നതാണ്, the shortage was more severe in case of specialist doctors. Shortage of nurses, pharmacists and lab technicians were also noticed in the test-checked hospitals. Family centers were not providing services as intended by the Ardhram mission due to lack of infrastructure. The minimum essential services as prescribed by Indian public health standards were not available in many hospitals. Many vital medical equipments were not available in hospitals due to delay in purchase and non-maintenance of equipments. The project of schemes meant to improve the tertiary care system in the state remain incomplete due to delay in issuing administrative sanctions, release of funds, and monitoring, defeating the every object of the project. Then the allotment of funds to KMSCL, the drug purchase allotment of funds to KMSCL for purchase of drugs were not based on requirements. The family health center were not providing services as intended under Ardham's mission due to lack of infrastructure. The minimum essential service as prescribed by IPHS were not available in many hospitals. While 7 out of 11 essential OPD services were provided, were in the state, pediatrics, obstetric and gynecology and psychiatry services were not provided in 3. Now, 10 FHC worked only in one shift, and 13 out of 32 FHCs did not provide services on Sunday due to shortage of staff, lack of infrastructure. It was noticed, ഞാൻ മൊത്തം വായിക്കുന്നില്ല എങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള 3 ഞാൻ പറഞ്ഞേപ്പിക്കാം. അതായത് ഇത് ഡ്രഗിന്റെ നോൺ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ. ഇൻ ടോട്ടൽ ഹോസ്പിറ്റൽ intended was 4,732 items drugs were intended. In respect of 515 purchase order were not issued for less than 50%. അതായത് ടോട്ടൽ 4,732-ൽ the
item were not ordered was 1085 items were not even ordered. Actual intent, actual വേണ്ട മെഡിസിൻ. അപ്പോ ഇതാണ് നമ്മുടെ മെഡിക്കൽ കെയർ സിസ്റ്റത്തിന്റെ ഇപ്പോഴത്തെ പതറ്റിക് സ്റ്റേറ്റ്. അപ്പോ ഈ സാഹചര്യത്തിൽ KSU അല്ലെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികതയുള്ള പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ഉള്ള യുവത്വം സമരം ചെയ്യുകയല്ലാതെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ബ്രിട്ടനിൽ, നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പല സമരങ്ങളിലും മുമ്പിൽ നിന്ന് നയിച്ചിട്ടുള്ളതാണ്. ബ്രിട്ടനിൽ പല ഡെമോൺസ്ട്രേഷൻ, അതായത് ഈ ഡൗണിംഗ് സ്ട്രീറ്റിൽ പോലും, അതായത് പാർലമെന്റിന്റെ മുമ്പിൽ പോലും പല സമരങ്ങളും മുമ്പിൽ നിന്ന് വഹിച്ച് ലീഡ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ, കേംബ്രിഡ്ജിലും. അപ്പോ ഞാനിവിടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പോലും. അപ്പോൾ ഇതേ രീതിയിലുള്ള പ്രോപ്പഗാൻഡ യൂറോപ്പിലെ വെല്ലുന്ന പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റമാണ് നമ്മളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ CAG റിപ്പോർട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം ഈ ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ നെഗ്ലിജൻസ് തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ ഉണ്ടായത്, ഇപ്പൊ ഈ കത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുട്ടിയുടെ കൈ ആംപ്യൂട്ടേറ്റ് ചെയ്തത്, ഇതൊക്കെ അബ്സല്യൂട്ട് നെഗ്ലിജൻസ് ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം സമരം ചെയ്യാൻ വരുന്ന ആളുകൾക്കെതിരെ തിരിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് പുലിക്കുട്ടികളാണ് എന്ന് പറയുന്നത് അത് കേൾക്കാൻ ഐ ടേക്ക് ദാറ്റ് ആസ് എ കോംപ്ലിമെന്റ്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഈ ഒരു വേളയിൽ നമ്മൾ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയെ സ്മരിച്ചു പോവുകയല്ലേ യഥാർത്ഥത്തിൽ? കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, വീണ ജോർജിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പേജുകളിലൂടെ പല പോസ്റ്റുകൾ വരുമ്പോഴും അതിനെ ട്രോൾ ആക്കിക്കൊണ്ട്, അന്ന് കല്ലേറ് കൊണ്ടിട്ട് പോലും കല്ലെറിഞ്ഞവരെ ക്ഷമിച്ച് അല്ലെങ്കിൽ അവരോട് ക്ഷമിച്ച് പിന്നീട് അവരെ പുറത്തു വിട്ടിരുന്ന ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൊക്കെ കേരളത്തിലെ ജനത ചിന്തിച്ചു തുടങ്ങി. ഇനിയും ഒരു തവണ കൂടി വീണ ജോർജിനെ മത്സരിപ്പിക്കുന്നതിനെ കൊണ്ട് ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് പോലും താല്പര്യമില്ല. ആറന്മുളയിൽ അവർ തന്നെ മത്സരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ചുറ്റുമുള്ളത്. നമ്മളിപ്പോ ഉമ്മൻചാണ്ടി ആയിട്ട് നമുക്ക് വീണ ജോർജിനെ ഒന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ പൊളിറ്റിക്സിന്റെ ഒരു പ്രശ്നം എന്തെന്നറിയാമോ? ഈ പൊളിറ്റിക്കൽ പാഷൻ എന്ന് പറയുന്നത് ഗ്രാജുവലി നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം whether she is a politician, my answer is no, she is not a politician. ഉമ്മൻചാണ്ടി, യെസ്, ഹി വാസ് എ പൊളിറ്റീഷ്യൻ. പുള്ളി ചെറുപ്രായം മുതൽ രാഷ്ട്രീയം പാഷനായി പ്രവർത്തിച്ചു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് സമരങ്ങളെ അഡ്രസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രതിഷേധങ്ങളെ അഡ്രസ് ചെയ്യുന്നത് കൃത്യമായി ബോധ്യമുള്ള ആളാണ്. ഇപ്പോ വീണ ജോർജിനെ ഞാൻ മനസ്സിലാക്കുന്നത്, ഐ ഡോണ്ട് ഡിസ്ക്രെഡിറ്റ് വീണ ജോർജ് ആസ് എ പേഴ്സൺ. ഇതിൽ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നത് വീണ ജോർജ് ഷീസ് എ ബ്രില്യന്റ് വുമൺ. അവർക്ക് ചുറ്റുമുള്ള ഒരു കോക്കോസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് പവേഴ്സ് ഓഫ് ദ കോറിഡോർ. അതിൽ നിൽക്കുന്ന ആളുകളാണ് ഈ വീണ ജോർജിനെ കൊണ്ട് ഇതേ രീതിയിൽ ബിഹേവ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ പ്രശ്നത്തിൽ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾ അവിടെ കയറി ചെല്ലുമ്പോൾ അവർ 2 കൊടി കാണിക്കുന്നു, 2 പേരേ ഉള്ളൂ, അല്ലെ 2 3 പേരെ നമ്മൾ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോ അവര് പ്രതിഷേധം കാണിക്കുന്നു, അവര് പോകുന്നു. ഞാൻ എൻ്റെ ക്ലാസിക്സ് ഇവിടെ കേംബ്രിഡ്ജിൽ ഞാൻ ഡെപ്യൂട്ടി മേയർ ആയിരിക്കുമ്പോഴത്തേക്കും ഹൗസിനകത്തൊരു വലിയൊരു ഭയങ്കരമായ ഒരു പ്രകടനം ഉണ്ടാകുന്നു. അത് വലിയ ഒരു രൂക്ഷമായ അവസ്ഥയിലേക്ക് ഇറങ്ങുന്നു. ഞാൻ ആ വിഷയം ഈ 2 ടീമുകളുമായിട്ട് ഇരുന്ന് സംസാരിച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് ആ വിഷയം സെറ്റിൽ ചെയ്യുകയായിരുന്നു. അല്ലാതെ നമുക്ക് അവിടെ വേണേൽ പോലീസിനെ വിളിക്കാമായിരുന്നു, അവിടെ വേണമെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ഔട്ട് ചെയ്യായിരുന്നു. അത് ചെയ്യാതെ ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാണ്. അത് രാഷ്ട്രീയമായുള്ള പക്വതയാണ്. ഇപ്പോ വീണ ജോർജ് അവിടെ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത് വളരെ കൃത്യമാണ്. ഷീ വാസ് പ്രൊവോക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. വേറെ സത്യം എന്തറിയോ, ആ പോലീസ് ഓഫീസർ ജനങ്ങളോട് പറയുകയാണ് ദൈവത്തെ ഓർത്ത് അവരെ പ്രകോപിപ്പിക്കരുതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു പത്തറ്റിക് സ്റ്റേറ്റ് ആണെന്ന് ആലോചിച്ച് നോക്കി. അതായത് ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററെ പ്രൊവോക്ക് ചെയ്യരുതെന്ന് ഒരു പോലീസ് ഓഫീസർ ജനങ്ങളോട് പറയുന്ന ഒരു അവസ്ഥ. അതിലും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ വീണ ജോർജിന്റെ ഏറ്റവും ഫെയിലിയർ അതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ, ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന ചില വാല്യൂസ് ഉണ്ട്, അല്ലെ ചില മൊറാലിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ മൊറാലിറ്റി ഉണ്ട്, ചില ഡീസൻസി ഉണ്ട്. അതുപോലും മറന്നുകൊണ്ട് അവര് അവിടെ അത്രയും പ്രകോപനം ഉണ്ടാക്കുന്നു, ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് അവൻ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3-ാം നമ്പർ പ്ലാറ്റ്ഫോം വരെ എത്തുന്ന സമയത്ത് യാതൊരു പ്രശ്നം അവിടെ ഇല്ല. പിന്നീട്
പിന്നീടാണ് ഞാൻ ഈ പറഞ്ഞ ദി കോറിഡോർസ് ഓഫ് ദി പവേഴ്സിന്റെ ആളുകൾ വരുന്നു, ഇതിന്റെ ഡയമെൻഷൻ മാറുന്നു, സ്റ്റോറി ചേഞ്ച് ആവുന്നു, പെട്ടെന്ന് അവർക്ക് മേലാഴി ഉണ്ടാകുന്നു. ഒരു പക്ഷേ അവർക്ക് മേലാഴി ഉണ്ടായിക്കാണാം, അവർക്ക് നെക്കിലൊരു പ്രശ്നം ഉണ്ടായിക്കാണാം. പക്ഷെ അത് ഈ കുട്ടികൾ ക്രിയേറ്റ് ചെയ്ത, അല്ലെ കുട്ടികൾ അവരെ കഴുത്ത് പിടിച്ച് തിരിച്ചതാണെന്നോ കൈ പിടിച്ച് തിരിച്ചതാണെന്നോ ഒക്കെ പറയുന്നത് ഇസ് അൺഫൗണ്ടഡ് merely is unacceptable. അതല്ല, this is not what happened. We can see it. Whether she want to fight, field again in the election, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹർഷയ്ക്കും എനിക്കും വീണ ജോർജിനും ഒരേ അവകാശമാണ് കൊടുക്കുന്നത്. പൊളിറ്റിക്കൽ ഈക്വാലിറ്റി അവരുടെ അവകാശമാണ്. ആ അവകാശം വേണ്ട എന്ന് ഹർഷയ്ക്കോ എനിക്കോ പറയാൻ യാതൊരു അവകാശവുമില്ല. അത് അവരുടെ അവകാശമാണ്. ലെറ്റ് ദം ടേക്ക് ദ കോൾ, ആൻഡ് ഇഫ് പീപ്പിൾ വർ ഹാപ്പി, let her get elected. If the people are not happy, let her fail the election. അതെ, ഈ ഒരു കേസ് വന്നപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം വന്നതിന് ശേഷം വീണ ജോർജിന് ചാർത്തി കിട്ടിയ ഒരു പേരാണ് നല്ല അഭിനേത്രിയാണ്, അല്ലെങ്കിൽ ഒരു മികച്ച നടിയാണ് എന്നുള്ളത്. പക്ഷേ ഇതിനു മുൻപ് ഒരു തവണ കൂടി ഇതുപോലെ തന്നെ അവർ അഭിനയിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണെന്ന് തോന്നുന്നു. കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്ന വീണ ജോർജിന് പിന്നീട് ചോദ്യം താങ്ങാൻ സാധിക്കാതെ പിന്നീട് ഈ പറയുന്നത് പോലെ ദേഹാസ്വാസ്ഥ്യം അനുഭവിക്കപ്പെടുകയും പിന്നീട് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഇത്തരത്തിലൊരു അഭിനയമായി തന്നെ കാണേണ്ടി വരുമെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു അഭിനയം, അല്ലെങ്കിൽ ഈ ഒരു നടനം തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. അല്ല ഹർഷ, ഞാൻ അതിനെ ഒരു അഭിനയമായി അല്ല കാണുന്നത്. ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനുള്ള ഒരു പൊളിറ്റീഷ്യന്റെ ഇൻകപ്പാസിറ്റിയാണ്, ഇൻകപ്പാറ്റബിലിറ്റിയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് അതിപ്പം ഒരു പക്ഷേ കോട്ടയത്തുള്ള വേറെ ഏതെങ്കിലും മണ്ഡലം ഈ ലോക്കൽ നേതാക്കളായിരുന്നേ പോലും അതേ രീതിയിൽ ബിഹേവ് ചെയ്യരുതോ? ഇല്ല. അതായത് ഒരു എന്നാ പറയുന്നത്, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇതിനെ അഡ്രസ് ചെയ്യേണ്ട എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു പൊളിറ്റീഷ്യന്റെ വെപ്രാളമായി മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇതിനെ അഭിനയമായി, നമ്മൾക്ക് അഭിനയമായി തോന്നുന്നു, ഓക്കെ, സോ ബി ഇറ്റ്. പക്ഷെ എന്റെ ഒരു റീഡിങ്, ഇറ്റ്സ് എ സിറ്റുവേഷൻ വേർ ഷി വാസ് പുട്ട് ഇൻ ആൻഡ് ഷീ ഡസന്റ് നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അതാണ് ഇതിന്റെ ഞാൻ ഇതിനെ റീഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. തീർച്ചയായിട്ടും. അതായത് വീണ ജോർജിന് ചോദ്യങ്ങളെ ഭയമാണ്. നമ്മൾ പലപ്പോഴായി പറയുന്നത് പോലെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് കരിങ്കൊടി ഭയമാണ് എന്ന് പറയുന്നത് പോലെ, അദ്ദേഹത്തോടൊപ്പം ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്ന എല്ലാ മന്ത്രിമാർക്കും കരിങ്കൊടി ഭയമാണ്. പ്രത്യേകിച്ച് വീണ ജോർജിന് ചോദ്യങ്ങളെയും ഭയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിച്ചതിന് വളരെയധികം നന്ദി. വീണ്ടും പുതിയൊരു വിഷയമായി നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.